എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. 2 ദിവസം മുന്നേ നമ്മുടെ കേരളം കേട്ട ഒരു കരച്ചിലുണ്ട്. അതായത് ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന് പറഞ്ഞ ആക്ടിവിസ്റ്റിൻ്റെ കരച്ചിൽ. അവർ പറഞ്ഞു കരഞ്ഞത്, ഈ പൊതുസമൂഹത്തോട് പറഞ്ഞു കരഞ്ഞത്, നിങ്ങൾ എന്നെ വെടി എന്ന് വിളിക്കരുത്, ഞാൻ അങ്ങനെയുള്ള ആളല്ല എന്നാണ് പറയുന്നത്. നമ്മളെ ഈ പൊതുസമൂഹം ഇപ്പോൾ വെടി എന്നൊക്കെ വിളിക്കുന്നത് വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകളെയാണ്. അങ്ങനെ ഒരു വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകളെ വിളിക്കുന്നത് പോലെ ശ്രീലക്ഷ്മി അറയ്ക്കലിനെ വിളിക്കാനുള്ള കാരണം എന്താണ്? അങ്ങനെ വിളിക്കണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കേരളത്തിലെ എത്രയോ സ്ത്രീകളുണ്ട്, അവരെ ആരെയും ഈ രീതിയിൽ ആരും അഭിസംബോധന ചെയ്യുന്നില്ല. ശ്രീലക്ഷ്മി അറയ്ക്കലിനെ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവില്ലേ? സത്യത്തിൽ ഈ ശ്രീലക്ഷ്മി അറയ്ക്കലിനെ എനിക്ക് ഭയങ്കര വെറുപ്പാണ്. അന്നേരം നിങ്ങൾ വിചാരിക്കും ശ്രീലക്ഷ്മി അറയ്ക്കൽ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരിയായതുകൊണ്ട് എനിക്ക് വെറുപ്പ് എന്നുള്ള രീതിയിലായിരിക്കും. അങ്ങനെയല്ല. എനിക്ക് ചിന്ത ജെറോമിന് ഭയങ്കര ഇഷ്ടമാണ്. അവർ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞില്ല, അത് പൂർണ്ണമായിട്ടും ഞാൻ കാണും. അവരുടെ ആ വീഡിയോ കണ്ട് ആസ്വദിക്കും. ചിന്ത ജെറോം ഇടതുപക്ഷക്കാരിയാണ്. ഞാനൊരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും 2 ധ്രുവങ്ങളിൽ 2 ആശയങ്ങളിൽ വിശ്വസിക്കുകയും അവർ രാഷ്ട്രീയ പ്രവർത്തകയാണ് എന്ന് കരുതിയിട്ട് എനിക്ക് ചിന്താ ജെറോമിനോട് ഒരിക്കലും ഒരു ദേഷ്യമില്ല. അവരുടെ ഇഷ്ടം മാത്രമാണ് അത്. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ, അവർ പഠിച്ചു വന്ന ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നു. അത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അതിന് നമ്മൾ വെറുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ശ്രീലക്ഷ്മി അറയ്ക്കലിനെ വെറുക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ലൈംഗികത അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും. നമ്മൾ ഈ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാറില്ലേ? ഭക്ഷണം കഴിച്ചാൽ മാത്രമല്ലേ നമ്മൾ വിശപ്പ് മാറും. അതുപോലെ തന്നെയാണ് ലൈംഗികത ശരീരത്തിന് ആവശ്യമാണെങ്കിൽ ലൈംഗികത ചെയ്തു തീർക്കണം. അപ്പോഴാണ് അതിനൊരു സംതൃപ്തിയൊക്കെ ഉണ്ടാവുക. ഈ ലൈംഗികത എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കുറ്റമൊന്നുമല്ല. ഇപ്പോൾ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ഒരു ക്രഷ് ഉണ്ടാവുക, ആ ക്രഷിൽ അവരോട് ലൈംഗികത താല്പര്യം ഉണ്ടാവുക, അവർക്ക് സമ്മതമാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. അത് വലിയ IPC ചേർത്ത് വെക്കുന്ന കുറ്റമൊന്നുമല്ല. ഇപ്പോൾ ഒരു വ്യക്തിയോട് ക്രഷ് തോന്നാം, അവരായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. പക്ഷെ ഒരു വ്യക്തിയോട് തോന്നി, അവരായിട്ട് ക്രഷ് ഉണ്ടായി, അവരുമായിട്ട് ലൈംഗിക ബന്ധം. അടുത്തൊരു വ്യക്തിയായിട്ട് ക്രഷ് ഉണ്ടായി, അവരുമായിട്ട് അടുത്തു, അവരുമായിട്ട് ലൈംഗിക ബന്ധം. ഇങ്ങനെ 10ഓളം പേരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു പൊതു മാധ്യമത്തിന് മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞാൽ പിന്നെ താങ്കളെ എന്ത് വിളിക്കും ആൾക്കാർ? പറ. നല്ല സ്ത്രീകളൊന്നും ഇങ്ങനെ ചെയ്യില്ലല്ലോ. കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾ ഇങ്ങനെ ചെയ്യില്ലല്ലോ. ചെയ്യൂ? ഇല്ല. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ കേട്ട വിളികൾ അത് ഉചിതമാണോ അല്ലയോ, ഇനി ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളെ ഇഷ്ടമാണ്, താങ്കളുടെ ഇഷ്ടമാണ്, താങ്കളുടെ മാത്രം ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു വ്യക്തിയിൽ തുടങ്ങിയിട്ട് ഒരു 10ഓളം വ്യക്തികളോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അത് പുറത്ത് വന്ന് പബ്ലിക്കായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ നിങ്ങളെ ചതിക്കുന്നത് നിങ്ങളുടെ നാവാണ്. എല്ലാ ആൾക്കാർക്കും ഇതൊക്കെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ഉള്ള മനസ്സുണ്ടാവില്ല. കേരളത്തിലെ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും നിങ്ങളുടെ ആശയവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ആൾക്കാരല്ലല്ലോ. പിന്നെ ഈ ശ്രീലക്ഷ്മി അറയ്ക്കലിനോട് എനിക്ക് വെറുപ്പ് എന്ന് പറയാൻ കാരണം, അവർക്ക് അത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊറോണ സമയത്ത് ഈ ശ്രീലക്ഷ്മി അറയ്ക്കൽ ചെകുത്താൻ പോലുള്ള ആൾക്കാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെകുത്താൻ മറ്റേ മാസ്കിന് പകരം കോണോ ഷെഡ്ഡി എടുത്തിട്ട് മൂക്കിന് വെക്കുക. അന്നേരം പുള്ളിക്കാരിയെ വിളിക്കുമ്പോൾ ഞാൻ ഭയങ്കര തിരക്കായിരുന്നു, വൈബ്രേറ്റിംഗ് സാധനം കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ശ്രീലക്ഷ്മി അറയ്ക്കലിൻ്റെ വീഡിയോ കാണുന്നതും ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്താണെന്ന് അറിയുന്നതും അന്നാണ്. ആ ഒരു ദിവസമാണ് ഞാൻ അറിയുന്നത്. അതിനു മുന്നേ ഇവരത്ര വലിയ പരിചയമൊന്നും എനിക്കില്ലായിരുന്നു. ഈ ഒരു വീഡിയോയിൽ അവർ പച്ചയായിട്ട് പറയാണ്, ഞാൻ ഇടവേളകളിൽ എനിക്ക് ആനന്ദകരം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വൈബ്രേറ്റിംഗ് ആ സാധനം ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഒരു സാധാരണ സ്ത്രീ, ഒരു നോർമലായ സ്ത്രീ ഇങ്ങനെയൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുമെന്ന് എനിക്കറിയില്ല. അത് കേട്ടപ്പോൾ ഞാനിങ്ങനെ ഇതെന്ത് പെണ്ണ് എന്ന് ഞാൻ ചിന്തിച്ചു പോയിരുന്നു. കാരണം ഈ ലൈംഗികത എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും ഏതൊരു ജീവിക്കും ഉള്ള കാര്യമാണല്ലോ. ഇപ്പോൾ ഭർത്താവുള്ളവർ ഭാര്യയുമായിട്ട് രമിക്കും. ഇനി ഭാര്യയും ഭർത്താവും ഇല്ലാത്തവർ സാഹചര്യം എവിടെയാണോ നമുക്ക് സാഹചര്യം വെക്കുന്നത് അവിടെ പോയിട്ട് ചെയ്യും. അതൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ്? വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യ രാത്രിയിൽ എന്താ ഉണ്ടാകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അത് ആദ്യ രാത്രിയിലത്തെ ആ ഒരു സംഭവം പൊതുജന മധ്യത്തിൽ വന്ന് ചെയ്തു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് സ്വകാര്യത വേണ്ടടുത്ത് സ്വകാര്യത സൂക്ഷിക്കുക തന്നെ ചെയ്യണം. അത് നമ്മൾ
പൊതുസമൂഹത്തോട് കാണിക്കുന്ന മാന്യതയാണ് ശ്രീലക്ഷ്മി. അതുപോലെ തന്നെ ഈ ശ്രീലക്ഷ്മിയുടെ മറ്റൊരു പോസ്റ്റുണ്ട്, മുഖപുസ്തകത്തിലെ മറ്റൊരു പോസ്റ്റുണ്ട്. വലിയൊരു ക്യാരറ്റൊക്കെ എടുത്തിട്ട് നിന്നിട്ട് ഇന്റർമീനിങ്, അതായത് ഈ വരികൾക്കിടയിലൂടെ ഉള്ള വാക്കുകൾ. ഇന്നിപ്പോൾ പച്ചക്കറി, അതായത് ഈ ക്യാരറ്റ് വഴുതനങ്ങ എടുക്കാൻ മടിയാണ് സ്ത്രീകൾക്ക്. കാരണം കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ അശ്ലീലത കണ്ടെത്തുന്ന നിങ്ങളുടെയൊക്കെ മനസ്സ് അതിന് നമിച്ചു. വേറെന്ത് പറയാൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പച്ചക്കറിയിൽ വരെ ലൈംഗിക കണ്ടെത്തുന്ന നിങ്ങളുടെ കണ്ണുകൾ അതിശയം തോന്നും. കണ്ണട മാറ്റണം, അതാണ് വേണ്ടത്. ശരിക്കും ശ്രീലക്ഷ്മിയോട് പറയാനുള്ളത്, ഒരു സ്ത്രീക്കുള്ള സാധനങ്ങൾ മാത്രമേ നിങ്ങളുടെ ശരീരത്തിലുള്ളൂ, അതിൽ കൂടുതലൊന്നും നിങ്ങൾക്കില്ല. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ വരുന്ന വികാരം തീർക്കാൻ വേണ്ടി ഒരു പുരുഷനിൽ അഭയം പ്രാപിക്കുന്നവരുണ്ട്, ഒന്നിൽ കൂടുതൽ പുരുഷന്മാരിൽ അഭയം പ്രാപിക്കുന്നവരുണ്ട്. പക്ഷേ അതൊക്കെ എൻ്റെ കഴിവാണ് എന്ന് പറഞ്ഞിട്ട് പൊതുസമൂഹത്തിൽ വന്ന് പറയുമ്പോഴാണ് വെടി എന്നുള്ള വിളി കേൾക്കുന്നത്. അതിപ്പോൾ ആണായാലും പെണ്ണായാലും ശരി, പെണ്ണിനെ മാത്രം പറയുന്നതല്ല, ആണുങ്ങളായാലും ശരി. ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ, പരസ്ത്രീ ബന്ധം സൂക്ഷിക്കുന്ന ഒരു പുരുഷനെ വ്യഭിചാരം ചെയ്യുന്നവൻ തന്നെയാണ് പറയുക. അതിപ്പോൾ സ്ത്രീയായാലും വ്യഭിചാരി എന്നും പറയും, അതങ്ങനെ തന്നെയാണ് പറയുക. പിന്നെ ഈ പൊതുമാധ്യമത്തിന് മുന്നിൽ വന്ന് പറയാണ് ശ്രീലക്ഷ്മി, സുരേഷ് ഗോപിയും അഖിൽ മാരാറിയും ഒരേ നുഖത്തിൽ കെട്ടി വലിക്കണമെന്ന്. സുരേഷ് ഗോപിയുടെയും അഖിൽ മാരാറിന്റെയും പേര് പറയാൻ പോലുമുള്ള ഒരു യോഗ്യത നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ വളർന്നു വന്ന സാഹചര്യമോ, നിങ്ങൾ ജീവിച്ച സാഹചര്യമോ, നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന സാഹചര്യമോ അല്ല അഖിലിൻ്റെതും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടേതും. ഒരുപാട് മാറ്റമുണ്ട്. ആനയും ആടും പോലുള്ള ആന്തരമുണ്ട് നിങ്ങളും അവരും തമ്മിൽ. അതുപോലെ വലിയ വലിയ പുള്ളികളെ കുറിച്ച് മാത്രമേ ശ്രീലക്ഷ്മി അറയ്ക്കൽ പറയൂ. മോഹൻലാലിനെ കുറിച്ചൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് കണ്ടില്ലായിരുന്നോ? അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ BJP-യിലേക്ക് വരുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴും ചാണകത്തിൽ ചവിട്ടിന്ന്. എന്തായാലും നിങ്ങൾക്കുള്ള എത്രയോ ബെറ്ററാണ് അവരൊന്നിങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന്, പൊതുമാധ്യമത്തിന് മുന്നിൽ വന്ന്, അയ്യോ എന്നെ വെടിയെന്ന് വിളിക്കല്ലേ, ഞാൻ അങ്ങനെയുള്ള ആളല്ല, ഞാൻ ചെറുപ്പത്തിൽ ട്യൂഷൻ ചെയ്തിട്ടുണ്ട്, ട്യൂഷൻ ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വളർന്നു വന്നത്, എൻ്റെ അമ്മ എന്താ പറയുക ചക്കാത്ത് മേടിച്ചിട്ട് എന്നെ പോറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന ആ അമ്മയോടെങ്കിലും കുറച്ച് കരുണ കാണിക്കണം, ആത്മാർത്ഥത കാണിക്കണം. അങ്ങനെയൊക്കെ ആ സാഹചര്യത്തിലൊക്കെ വളർന്നു വന്ന നിങ്ങളാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നത്. എന്തൊക്കെ അഹംഭാവമാണ് സോഷ്യൽ മീഡിയയിൽ ഒന്ന് വിളിച്ചു പറയുക, എന്തൊക്കെ ധാർഷ്ട്യമാണ് പറയുക. എന്നിട്ട് എന്തേ ഒറ്റ വെടികൾ തീർന്നു പോയോ ആ നെഗളിപ്പ്. ഇവരൊക്കെ ഫെമിനിസ്റ്റാണ് അത്രേ. എന്ത് ഫെമിനിസ്റ്റാണ്? ഒരു സ്ത്രീയെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഫോൺ നമ്പർ വാങ്ങുക, ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പ്രണയിക്കുക, പ്രണയിച്ചു കഴിഞ്ഞാൽ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക, റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അതിക്രമിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. എനിക്ക് ലൈംഗികതയിൽ വേദനിക്കുന്ന പറഞ്ഞാൽ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ട് ലൈംഗികത ചെയ്യുക. അങ്ങനെ ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ പരാതിപ്പെടുക. അങ്ങനെ പരാതിപ്പെട്ട വേടന് വേണ്ടി വാദിക്കുന്ന ആളാണ് ഈ ശ്രീലക്ഷ്മി അറയ്ക്കൽ പറഞ്ഞ വ്യക്തി. ഫെമിനിസ്റ്റ്. എന്താ വേടന്റെ മുമ്പിൽ ഫെമിനിസം ഒലിച്ചു പോയോ? അതെന്ത് തരം ഫെമിനിസമാണ്? ചില ആൾക്കാർക്ക്, ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രം വിട്ടുവീഴ്ച ചെയ്യുന്ന ഫെമിനിസം. ഫെമിനിസ്റ്റ് ആണെങ്കിൽ എല്ലാ കാലവും സ്ത്രീകളോടൊപ്പം നിൽക്കണ്ടേ? എനിക്ക് വേണ്ടപ്പെട്ടവർ പ്രതിയാകുമ്പോൾ എനിക്ക് ഫെമിനിസം ഇല്ല, ആണിസമാണ്, മെയിലിസമാണ്. എനിക്ക് വേണ്ടാത്തവർ പ്രതിയാകുമ്പോൾ ഞാൻ ഫെമിനിസ്റ്റാണ് എന്ന് പറഞ്ഞ ചിന്താഗതി പ്രബുദ്ധതയായിരിക്കും, നവോത്ഥാനമായിരിക്കും അല്ലേ? പിന്നെയും ഈ ശ്രീലക്ഷ്മി അറയ്ക്കലിനെ വെറുക്കാനുള്ള കാരണമുണ്ട്. കുറച്ച് ദിവസം മുന്നെയാണ് ഷിംജിത എന്ന മുസ്ലിം ലീഗ് നേതാവ് ദീപക് എന്ന ഒരു ചെറുപ്പക്കാരനെ കരുതി കൂട്ടി വീഡിയോ എടുത്തുകൊണ്ട് ആത്മഹത്യയിലേക്ക് നയിച്ചത്. അന്ന് ഇതേ ശ്രീലക്ഷ്മി അറയ്ക്കൽ പറഞ്ഞത് ദീപക്കാണ് കുറ്റക്കാരൻ. എന്താണ്, ദീപക് കയറി പിടിക്കാത്തതാണോ കുറ്റം? ദീപക് അവള് മുട്ടുമ്പോൾ, അവളെ മാറും കൊണ്ട് വറക്കുമ്പോൾ കൂടുതൽ വറക്കാൻ നിന്ന് കൊടുക്കാത്തതാണോ കുറ്റം? എന്താണ് ദീപക് ചെയ്ത കുറ്റം? ആ ദീപകിന്റെ, അതായത് സ്വന്തം മകൻ മരിച്ചുപോയ, ആത്മഹത്യ ചെയ്ത, മനോവിഷമത്തിൽ നിൽക്കുന്ന ആ അമ്മയുടെ മുന്നിൽ വെച്ചാണ് ദീപകിനെ വളരെ മോശക്കാരനായിട്ട് താൻ പറഞ്ഞത്. ആ കണ്ണീരിന് ദൈവം എന്തായാലും പകരം ചോദിച്ചിരിക്കും ശ്രീലക്ഷ്മി. ഇതൊക്കെയാണ് കൊടുക്കലും വാങ്ങലും എന്നൊക്കെ പറയുന്നത്. വേടൻ വേട്ടക്കാരനാവുമ്പോൾ വേടന്റെ കൂടെ, ഷിംജിത വേട്ടക്കാരിയാകുമ്പോൾ ഷിംജിതയുടെ കൂടെ. നല്ല ഫെമിനിസം. പിന്നെ താൻ കരയുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് തന്നെ വളർത്തിയതെന്ന് പറഞ്ഞില്ലേ, അത് കേട്ടപ്പോൾ സങ്കടമേ. കാരണം നമ്മളെ അമ്മയൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വളർത്തിയതാണേ. അതുകൊണ്ട് നിൻ്റെ അമ്മ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ശക്കാത്ത് എടുത്തിട്ടാണ് എന്നെ പോറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷമം. അത് ഞാൻ ഫെമിനിസ്റ്റ് ആയതുകൊണ്ടല്ല, ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്, ഒരു മകളായതുകൊണ്ടാണ്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമാണ് നമ്മൾ ആരാണെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നത്. നമ്മളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്,
നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? അങ്ങനെ പൊതുസമൂഹത്തെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ലെന്ന്. പക്ഷെ ഇപ്പോൾ ശ്രീലക്ഷ്മി അറയ്ക്കൽ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ജീവിക്കുന്നത് ഈ പൊതുസമൂഹത്തിലാണ്. ആ പൊതുസമൂഹം ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ. അപ്പോൾ പൊതുസമൂഹത്തിലെ ചില ചട്ടക്കൂടുകളിൽ നമ്മൾ ഒതുങ്ങി നിൽക്കേണ്ടി വരും, അനുസരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഇതുപോലെ എന്നെ വെടിയെന്ന് വിളിക്കല്ല എന്ന് പറഞ്ഞിട്ട് പൊതുമാധ്യമത്തിന് മുന്നിൽ വന്ന് കരയേണ്ടി വരും. നമ്മളൊക്കെ ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും പൊതുസമൂഹത്തെയും ജനങ്ങളെയും മുഖവിലക്കെടുത്തേ പറ്റൂ. നമ്മുടെ ഈ സമൂഹത്തിൽ നല്ല അഭിപ്രായവും മോശം അഭിപ്രായവും ഉണ്ടാവും. മോശം അഭിപ്രായം നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നല്ല അഭിപ്രായം കിട്ടാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ശ്രീലക്ഷ്മി അറയ്ക്കൽ നിങ്ങളൊരു അധ്യാപികയാണെന്ന് പറയുന്നത് നിങ്ങളെ നോക്കിയിട്ട് എത്രയോ കുട്ടികൾ പഠിക്കേണ്ടതാണ്. നിങ്ങളും ആ കുട്ടികൾക്ക് മുന്നിൽ ഒരു പാഠപുസ്തകമാണ്. താങ്കൾ എന്ന ആ പാഠപുസ്തകത്തിലെ നല്ല അധ്യായങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ ഇടവരട്ടെ. നല്ല അറിവും വെളിച്ചവും പകർന്നു നൽകാൻ നിങ്ങളെന്ന പാഠപുസ്തകത്തിന് കഴിയട്ടെ. നിങ്ങളൊരു നല്ലൊരു അധ്യാപികയെ നല്ലൊരു സ്ത്രീയായിട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ പൊതുസമൂഹത്തോടാണ്, എല്ലാവരും മോശക്കാരായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കില്ല. ചിലപ്പോൾ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ചിലപ്പോൾ വഴി തെറ്റിച്ചേക്കാം. ഒരിക്കൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റ് ആവർത്തിക്കാൻ അത്ര വലിയ മടിയൊന്നും ഉണ്ടാവില്ല. ചിലപ്പം അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവും. വെടിയെന്ന് വിളിച്ചിട്ട് നമ്മളായിട്ട് എന്തിനാണ് ഒരു മനസ്സ് വേദനിപ്പിക്കുന്നത്? ശ്രീലക്ഷ്മി അറയ്ക്കൽ പറഞ്ഞതുപോലെ അവരെ അങ്ങനെ വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളൊക്കെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സഹോദരങ്ങൾ തന്നെയല്ലേ. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു നല്ലൊരു വീഡിയോ ഇട്ടുടൻ വരുന്നതിൽ എല്ലാവർക്കും ജയ് ഹിന്ദ്.